നമസ്കാരം. വ്യാജരേഖകൾ ചമച്ച് നടന്ന വൻ അവയവ കച്ചവട കേസിൽ പ്രമുഖ സ്വകാര്യ ആശുപത്രിയുടെ ക്രൂരമായ കമ്മീഷൻ ഇടപാടുകളുടെ തെളിവുകൾ പുറത്ത്. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയും കേസിലെ മുഖ്യപ്രതി നജീബിന്റെ ഉടമസ്ഥതയിലുള്ള കൽട്രസ് മെഡിക്കൽ ടൂറിസം ഏജൻസിയും തമ്മിൽ ഒപ്പുവെച്ച പേഷ്യന്റ് ഫെസിലിറ്റേഷൻ കരാർ രേഖകളാണ് ഇപ്പോൾ പരസ്യമായിരിക്കുന്നത്. മെഡിക്കൽ എത്തിക്സുകളെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തിയാണ് ആശുപത്രി ഏജന്റുമാർക്ക് കമ്മീഷൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പണം മാത്രം ലക്ഷ്യമിട്ട് നടന്ന ഈ വലിയ തട്ടിപ്പിൽ ഏജന്റായി പ്രവർത്തിച്ച കല്ലട്രാസ് കമ്പനിയുമായി കഴിഞ്ഞ വർഷം ഒക്ടോബർ 10 ലേക്ക് ഷോർ അധികൃതർ ഔദ്യോഗികമായി കരാറുണ്ടാക്കിയത്. ആശുപത്രിയിലെ ചികിത്സാ സേവനങ്ങളിലേക്ക് രോഗികളെയും അവയവദാതാക്കളെയും എത്തിക്കുന്ന ഇടനിലക്കാരനായാണ് മുഖ്യപ്രതി നജീബ് പ്രവർത്തിച്ചിരുന്നത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഒരു രോഗിയെ എത്തിച്ചു നൽകിയാൽ ഏജന്റിന് ലഭിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. വൃക്ക മാറ്റിവെക്കലിന് 50,000 രൂപയും മറ്റ് കിടത്തി ചികിത്സകൾക്ക് ആകെ ബില്ലിന്റെ 10% കമ്മീഷൻ. ഇതാണ് പുറത്തുവന്ന കരാർ രേഖകളിലെ പ്രധാന നിബന്ധനകൾ. പുറത്തുവന്ന ഞെട്ടിക്കുന്ന രേഖകൾ പ്രകാരം ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഓരോ രോഗിയുടെയും കച്ചവട മൂല്യത്തിനനുസരിച്ചാണ് പ്രതി നജീബിന് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. കരൾ മാറ്റിവെക്കാൻ ഒരു രോഗിയെ എത്തിച്ചാൽ ഏജന്റിന് 1 ലക്ഷം രൂപ കമ്മീഷൻ. വൃക്ക മാറ്റിവെക്കലിന് രോഗിയൊന്നിന് 50,000 രൂപ. കിടത്തി ചികിത്സയ്ക്ക് രോഗി അടയ്ക്കുന്ന ആകെ ഹോസ്പിറ്റൽ ബില്ലിന്റെ 10% കമ്മീഷനായി ഏജന്റ് അക്കൗണ്ടിലെത്തും. അവയവദാനത്തിനായിട്ടുള്ള സർക്കാർ മാനദണ്ഡങ്ങളും മുൻഗണനാക്രമങ്ങളും കാറ്റിൽ പറത്തി വ്യാജവിലാസങ്ങളും വ്യാജ ബന്ധുത്വ രേഖകളും ഉണ്ടാക്കിയാണ് ഇവർ അന്താരാഷ്ട്ര സംസ്ഥാന തലത്തിൽ വലിയ അവയവ കച്ചവട ശൃംഖല കല്ലട്രസ് മെഡിക്കൽ ടൂറിസം നടത്തിയിരുന്നത്. നിയമവിരുദ്ധമായ ഈ ഇടപാടുകൾക്ക് ആശുപത്രി മാനേജ്മെന്റിന്റെയും ഉന്നത ഡോക്ടർമാരുടെയും ഒത്താശയുണ്ടായിരുന്നുവെന്ന് ആരോപണമുണ്ട്. സംഭവത്തിൽ പോലീസും CBIയും കേസ് അന്വേഷണം വിപുലമാക്കുന്നതോടെ കൂടുതൽ പ്രമുഖ സ്വകാര്യ ആശുപത്രികൾ ഇതിൽ കുടുങ്ങുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ലേക്ക് ഷോറിലെ പലരെയും ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നേരത്തെ ലേക്ക് ഷോർ MD SK അബ്ദുള്ളയെ ED ചോദ്യം ചെയ്തിരുന്നു. ലേക്ക് ഷോർ അടക്കമുള്ള ആശുപത്രികളിൽ റെയ്ഡുകൾ നടത്തിയതിന് പിന്നാലെയായിരുന്നു EDയുടെ നടപടി. ഈ ഇടപാടുകളിൽ കള്ളപ്പണ ഇടപാട് നടന്നെന്നും ED സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ലേക്ക് ഷോർ അടക്കമുള്ള ആശുപത്രികളിലും മുഖ്യകണ്ണി മുഹമ്മദ് നജീബിന്റെ വീട്ടിലുമടക്കം 9 ഇടങ്ങളിലായിരുന്നു ED റെയ്ഡ് നടത്തിയത്. ഇതിൽ പിടിച്ചെടുത്ത രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ലേക്ക് ഷോർ ആശുപത്രിയുടെ MDയെ ചോദ്യം ചെയ്തത്. കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് നജീബിന്റെ നേതൃത്വത്തിലുള്ള അവയവ കച്ചവട റാക്കറ്റിന് സംസ്ഥാനത്തെ പല സ്വകാര്യ ആശുപത്രികളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ED ECIR രജിസ്റ്റർ ചെയ്ത് റാക്കറ്റിന്റെ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച പരിശോധനകളിലേക്ക് കടന്നത്. ആശുപത്രികളിൽ നിയമവിരുദ്ധ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെന്നും അവയവദാതാവിനെയും സ്വീകർത്താവിനെയും ആശുപത്രിയിൽ എത്തിച്ച് ഓരോ തവണ പരിശോധന നടത്തുമ്പോഴും റാക്കറ്റിന് ആശുപത്രികളിൽ നിന്നും കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് EDയുടെ കണ്ടെത്തൽ. റാക്കറ്റുമായി ആശുപത്രികളിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിരുന്നു. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിനോടകം 6ഓളം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ECIR രജിസ്റ്റർ ചെയ്ത് ED വിപുലമായ അന്വേഷണത്തിലേക്ക് കടന്നതും. ദാരിദ്ര്യം അനുഭവിക്കുന്ന സാധാരണക്കാരെ കണ്ടെത്തി അവരെ അവയവദാനത്തിന് നിർബന്ധിക്കുന്ന ക്രൂരമായ രീതിയാണ് ഈ മാഫിയ പിന്തുടർന്നിരുന്നത്. കല്ലട്രസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിലാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇതിനായി വ്യാജ ആധാർ കാർഡുകളും മറ്റ് രേഖകളും നിർമ്മിച്ച് സർക്കാർ പോർട്ടലായി സഞ്ജീവനിയിൽ അപ്ലോഡ് ചെയ്താണ് ഇവർ അനുമതികൾ സമ്പാദിച്ചിരുന്നത്. ദാരിദ്ര്യം ചൂഷണം ചെയ്ത് ഇരകളാക്കപ്പെടുന്നവരെ പിന്നീട് ഏജന്റുമാരാക്കി മാറ്റിക്കൊണ്ടും കൂടുതൽ ആളുകളെ ഈ റാക്കറ്റിലേക്ക് എത്തിക്കുന്ന രീതിയും ഇവർക്കുണ്ടായിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ കാസർഗോഡ് സ്വദേശി നജീബ്, ഭാര്യ റഷീദ എന്നിവരടക്കം 10ഓളം പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ കർണാടകയിലും കേരളത്തിലുമായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി കൂടിയാണ് നജീബ്. ഇയാൾ കാസർഗോഡ് നടത്തിയിരുന്ന ഇന്റർനെറ്റ് കഫേ വഴിയാണ് വ്യാജരേഖകൾ ചമച്ചിരുന്നത്. കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജയും ഈ റാക്കറ്റിലെ പ്രധാന കണ്ണിയാണ്. സാധാരണക്കാരായ ആളുകളെ കണ്ടെത്തി നജീബിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്നതായിരുന്നു ശ്രീജയുടെയും പട്ടസാനം സ്വദേശി സുധീറിന്റെയും പ്രധാന ചുമതല. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് പ്രതിയായ നജീബിന്റെ അക്കൗണ്ടിലേക്ക് കമ്മീഷൻ ഇനത്തിൽ വലിയ തുകകൾ വന്നിട്ടുണ്ടെന്ന് ED മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത് സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ ലഭിച്ചതും.